കന്നഡയും കൈരളിയും കൈകോർക്കുന്ന സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡിന്റെ മണ്ണ. കേരള രാഷ്ട്രീയത്തിലെ ഒട്ടുമിക്ക എല്ലാ നേതാക്കന്മാരുടെയും പാദസ്പർശമേറ്റ മണ്ണാണ് കാസർഗോഡിന്റെ മണ്ണ. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ യാത്രകളുടെയും തുടക്കം കാസർഗോഡിന്റെ മണ്ണിൽ നിന്നാണ്. ഈ വരുന്ന 6-ാം തീയതി ഫെബ്രുവരി മാസം 6-ന് കാസർഗോഡ് നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ജാഥ ക്യാപ്റ്റൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര ഒരു തീർത്ഥയാത്ര കണക്കെ തിരുവനന്തപുരത്തേക്ക് കടന്നു വരികയാണ്. ലക്ഷ്യം മറ്റൊന്നുമല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140-ൽ 100-ലധികം സീറ്റ് നേടി ഐക്യ ജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കുക. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ യാത്ര കടന്നു വരുന്നത്. കന്നഡയും കൈരളിയും കൈകോർക്കുന്ന സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്ന് ആരംഭിച്ച കൊലപാതക രാഷ്ട്രീയത്തിന്റെ വിളഭൂമിയായ കണ്ണൂരിൽ പ്രവേശിച്ച മലയോര കർഷകന്റെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞ വയനാട്ടിലെ സ്വീകരണം ഏറ്റുവാങ്ങി മലബാറിന്റെ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്ന കോഴിക്കോട്ട് എത്തിച്ചേർന്ന് അവിടെ നിന്നും ഏറനാടിന്റെ ആസ്ഥാനമായ മാമാങ്കത്തിന്റെ നാടായ മലപ്പുറത്ത് പ്രവേശിച്ച തൊട്ടിപ്പുറത്ത് കേരളത്തിലെ കരിമ്പനകളുടെ നാടായ പാലക്കാട് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി പൂരങ്ങളുടെ പൂരമായ ശക്തന്റെ മണ്ണിൽ എത്തി, തൃശ്ശൂരിലെത്തി. അതിനുശേഷം കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്ത് യാത്രയുടെ സ്വീകരണം ഏറ്റുവാങ്ങി അക്ഷര നഗരിയായ കോട്ടയത്ത് പ്രവേശിച്ച കിഴക്കിന്റെ വെനീസായ കായലിന്റെയും കയറിന്റെയും നാടായ ആലപ്പുഴയുടെ സ്വീകരണം ഏറ്റുവാങ്ങി സുഗന്ധദ്രവ്യങ്ങളുടെ നാടായ ഇടുക്കിയുടെ മലമടക്കുകളിൽ പ്രചരണം പൂർത്തിയാക്കി ശബരിമല ശാസ്താവിന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയിലെ പര്യടനം പൂർത്തിയാക്കി കശുവണ്ടിയുടെ നാടായ കൊല്ലത്തെത്തി സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ അയ്യങ്കാളിയുടെയും അനന്തപത്മനാഭന്റെയും മണ്ണായ തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കുകയാണ്. 14 ജില്ലകളിലൂടെ ഈ യാത്ര കടന്നു വരുമ്പോൾ കോൺഗ്രസിന്റെ ലക്ഷ്യം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം വലുതാണ്. എന്താണെന്നല്ലേ, 2016-ലും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാറിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന വലിയ ദൗത്യമാണ് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഏറ്റെടുക്കുന്നത്. നമുക്കറിയാം, 2021-ലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചെറിയ ഫലം നമുക്കെടുത്ത് പരിശോധിക്കാം. 2021-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് MLA-മാരില്ലാത്ത ജില്ലകളുണ്ട്. കാസർകോട്ട് കോൺഗ്രസിന് MLA-മാരില്ല, കോഴിക്കോട് കോൺഗ്രസിന് MLA-മാരില്ല, പിന്നീട് വരുമ്പോൾ ഇടുക്കിയിൽ MLA-മാരില്ല, പത്തനംതിട്ടയിൽ MLA-മാരില്ല. കോൺഗ്രസിന് MLA-മാരുള്ള ജില്ലകളുടെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എറണാകുളത്ത് മാത്രമാണ് ആശ്വാസകരമായ MLA-മാരുടെ എണ്ണമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ എല്ലാ ജില്ലകളിലും കോൺഗ്രസിന് സീറ്റ് നേടണം. കാസർഗോഡ് ജില്ലയിലെ ഉദുമയും തൃക്കരിപ്പൂരും അടക്കമുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കണം. കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരും കൂത്തുപറമ്പും അഴീക്കോടും പിടിച്ചെടുക്കണം. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കുറ്റ്യാടി, നാദാപുരം, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, തിരുവമ്പാടി, കൊയിലാണ്ടി തുടങ്ങിയ മണ്ഡലങ്ങൾ കോൺഗ്രസിന് ജയിച്ചേ മതിയാകൂ. അത്തരത്തിൽ മലബാറിലടക്കം വലിയ സീറ്റുകൾ നേടി ജയിക്കാനുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഏകോപിപ്പിക്കുന്നത്. 2025 ഡിസംബർ മാസം 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളായി നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയത്തിന്റെ ആത്മവിശ്വാസം പേറി തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുമ്പോൾ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്ത് രാവെന്നോ പകലെന്നോ ചൂടെന്നോ തണുപ്പെന്നോ വെയിലെന്നോ മഴയെന്നോ വ്യത്യാസമില്ലാതെ പകലന്തിയോളം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മണ്ഡലങ്ങളിൽ പണിയെടുത്ത കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച നിയമസഭയിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ തയ്യാറായി കഴിഞ്ഞു. കോൺഗ്രസിന് ജയിക്കണം ഇത്തവണ. കോൺഗ്രസിന് ജയിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് പോലെ 10 വർഷമായി വികസനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കേരളത്തിന്റെ മണ്ണിൽ പുതിയ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ അധികാരത്തിൽ വരണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു യാത്ര, ഒരു തീർത്ഥയാത്ര കണക്കെ കടന്നു വരാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള, കേരളത്തിന്റെ വികസനം മുരടിപ്പ്, ജാതിമത ശക്തികൾ ആർത്തനാദവും അട്ടഹാസവുമായി കേരളത്തിലൂടെ വിലസുമ്പോൾ അവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ കഴിയാതെ പ്രതിരോധത്തിലായ CPM-ന്റെ നെറികെട്ട നയം, കേന്ദ്ര സർക്കാരിന്റെ വർഗീയ പ്രീണനം, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾ,
സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾ എല്ലാ വിഷയങ്ങളും ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കി മാറ്റാൻ, ജനങ്ങളോട് സംവദിക്കാൻ, ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ, അവരുടെ ആശങ്കകൾ കേൾക്കാൻ, അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനാണ് ഈ യാത്രയുമായി ഞങ്ങൾ കടന്നു വരുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എന്തായാലും യാത്രകളെ സ്വീകരിക്കാൻ, യാത്ര കടന്നു വരുമ്പോൾ ജില്ലാ നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ ഉജ്ജ്വലമായ സ്വീകരണങ്ങൾ ഒരുക്കാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ, DCCകളുടെ നേതൃത്വത്തിൽ, UDFന്റെ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ സ്വാഗത സംഘങ്ങളെല്ലാം രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഫെബ്രുവരി 6-ന് സപ്തഭാഷാ സംഗമഭൂമിയിൽ നിന്നും ആരംഭിക്കുന്ന VD സതീശന്റെ യാത്ര കേരള രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ ശംഖുലിനാദം മുഴക്കിയായിരിക്കും കടന്നു പോവുക എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുകയാണ്. നമുക്ക് കണ്ടറിയാം എങ്ങനെയായിരിക്കും യാത്രയുടെ സ്വീകരണ കേന്ദ്രങ്ങളിലെ ആൾക്കൂട്ടം, യാത്ര മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നെല്ലാം.